ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് അടിപൊളിയായിട്ടൊരു റൈസ് ഐറ്റംസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണത് ഉണ്ടാക്കാൻ, എന്നാലോ വളരെ ടേസ്റ്റാണ്. വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ പിള്ളേർക്കെല്ലാം സ്കൂളിലേക്ക് ക്യാരേജ് കൊടുത്തയച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കുമ്പോഴേക്കും നമ്മുടെ മക്കളുടെ ചുറ്റും മറ്റു കുട്ടികൾ വന്നിരിക്കും കേട്ടോ, കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് അനുഭവമാണ്. ഞാൻ എപ്പോൾ അത് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും എൻ്റെ മക്കൾക്ക് ആകെ കുറച്ചേ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫ്രണ്ട്സാണ് കഴിക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്കൊരു പ്ലേറ്റ്, അതായത് ഒരു പാത്രം, പിന്നെ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിന് ഒരു പാത്രം കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കിയാലോ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായ ഉണക്കമുളകാണ് വേണ്ടത്. പിന്നെ ഒരു കുടം ഒരു അല്ലി, കുടം എന്നോ എന്താ പറയുക, നമ്മൾ ഒരു ഉണ്ട വെളുത്തുള്ളി ഇല്ലേ, എന്തെങ്കിലും പറയുക, ഒരല്ലിയല്ല, ഒരു കുടം വെളുത്തുള്ളി അത്ര വേണം കേട്ടോ. പിന്നെ ഒരു 5 ഗ്രാമ്പു, ഒരു പൂവാണ് കേട്ടോ, അതായത് അനാസ് പൂ അതില്ലേ, അതും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരണം. പിന്നെ നമ്മുടെ മെയിൻ സാധനമായ മുട്ട വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ നമ്മുടെ ഉണക്കമുളകും ഗ്രാമ്പും, മറ്റേ ആ പൂവില്ല, അനാസ് പൂ, ബിരിയാണിയിൽ കിടന്ന ആ പൂവ്, അതിൻ്റെ പേര് തന്നെയല്ലേ, ആ പൂവും, 4 സാധനങ്ങൾ അതും കൂടെ നമുക്ക് ചതച്ചതും. പിന്നെന്താ, നമുക്കൊരു ചീഞ്ചട്ടി വേണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ഞാൻ ഉണ്ടാക്കുന്ന എഗ് ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയോ പാം ഓയിലോ എന്താച്ചാൽ ഒഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല മണമാണ് ഈ ഒരു സംഭവം. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു തക്കാളി ഇട്ടു. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ടയുടെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, വെളുത്തുള്ളി, അതെല്ലാം കൂടി ചേർത്തതും കൂടെ ഇട്ടു. ഇതിട്ടിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഭയങ്കര മണമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണമാണ്. ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വീട് മൊത്തം നല്ല സ്മെല്ലായിരിക്കും. കാരണം ഉണക്കമുളകും വെളുത്തുള്ളിയും ചതച്ചാൽ തന്നെ ഭയങ്കര മണമാണ്. നമ്മുടെ വീട്ടിനകത്ത് മൊത്തം വാസന എന്നാണ് പറയാൻ വരുന്നത് കേട്ടോ. തെലുങ്കിലും മണം എന്നല്ല, വാസന എന്ന് പറയാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ പൊതുവേ മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങോട്ട് ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല, ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ ഇതാക്കുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ നമ്മൾ ചതയ്ക്കുന്ന സമയത്ത് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. ഇവിടെ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർത്ത്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ട അവിടെ വെച്ചു, ഫോണൊരു ഭാഗത്ത് വെച്ചിട്ട് മുട്ട അവിടെ വെച്ചത്. ഫോണൊരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മുട്ട അതിനകത്തേക്ക് നല്ലപോലെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കിതിനെ മൊരിച്ചെടുക്കണം കേട്ടോ. വലിയ വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ വലിയ വലിയ പീസുകൾ വരും. ഞാൻ നല്ല നൈസായിട്ടാണ് മുട്ടേനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട ഒഴിച്ചത് നമ്മൾ പെട്ടെന്ന് തന്നെ വഴറ്റി കൊടുക്കും കേട്ടോ. വലിയ വലിയ പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം വെയിറ്റ് ചെയ്യണം. ആ മുട്ട നമുക്ക് ഒഴിച്ചതും കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മല്ലിയില കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ആ ചോറ് കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതാ പറയുമ്പോഴേക്കും നമ്മുടെ അടിപൊളിയായ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. ബാസ്മതി അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചന്തമാണ് കാണാൻ. പക്ഷേ ഇവിടെ ബാസ്മതി അരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ അരിയുടെ ചോറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ ബാസ്മതി അരിയിലൊക്കെ ട്രൈ ചെയ്തോളൂ, അടിപൊളിയാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ റേഷൻ കടയത്തെ അരിയിൽ നമ്മൾ ട്രൈ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ്. ബാസ്മതി അരി വേണമെന്നൊന്നുമില്ല, അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാൻ, കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ്, അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ എന്താ പറയുക വെള്ളരിയില്ലേ, അതിലും ട്രൈ ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു എഗ് ഫ്രൈഡ് റൈസ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എഗ് ഫ്രൈഡ് റൈസ്, പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള കിടുക്കാച്ചി റെസിപ്പികളെല്ലാം നിങ്ങൾക്കും കാണാൻ പറ്റും. വളരെ സിമ്പിളായ റെസിപ്പീസ് മാത്രമേ ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ കേട്ടോ. എന്താ പറയുക, നമ്മുടെ വീട്ടിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എന്താ പറയുക, ഞാൻ പൊതുവേ ഒരു നാടൻ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ കൂട്ടാക്കിക്കോളൂ. ഇതുപോലെയുള്ള കിടക്കാച്ചി റെസിപ്പീസുമായിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട്. രാവിലെ 10 മണിക്കും രാത്രി 10 മണിക്കാണ് ലൈവിൽ എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ വരൂ കേട്ടോ.